ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന 4 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. 1, 2, 3, ഒരു 5 or 6 A4 ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിലർ വിചാരിക്കുന്നുണ്ടാവും മെമ്മോ പാഡായിരിക്കും, ചിലർ വിചാരിക്കുന്നുണ്ടാവും നോട്ട് പാഡായിരിക്കും, ചിലർ വിചാരിക്കുന്നുണ്ടാവും മിനി ബുക്കായിരിക്കും. അപ്പോൾ ഇതിൽ തേർഡ് ഓപ്ഷനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു മിനി ബുക്ക്. അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടൊരു തേർഡ് വീഡിയോ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാം നിങ്ങൾ കാണുന്ന വീഡിയോസ് എല്ലാം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടി നിങ്ങൾ തരണം. ഒരു 50K 50 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ മാക്സിമം ഒരു ഗീവ് അവേ നടത്താൻ നോക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അതിൽ 3 വിന്നേഴ്സിനെ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക, 3 or 2. ഓക്കെ. അപ്പോൾ ഞാൻ 3 A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പേജസ് അനുസരിച്ച് A4 ഷീറ്റ് എടുക്കാം. ഇനി ഇതിനെ ഒന്ന് രണ്ടായിട്ട് മടക്കുന്നുണ്ട്. രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നും കൂടി രണ്ടായിട്ട് മടക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈസിലാണ് ബുക്ക് ആവശ്യമുള്ളതെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് സ്റ്റേപ്ലർ അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ബുക്ക് റെഡിയാക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ ഒന്നും കൂടി ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം പേജസ് റെഡിയാക്കേണ്ട വിധം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം നിങ്ങളെല്ലാവരും നല്ല ക്രാഫ്റ്റ്സൊക്കെ കാണുന്നവരാണല്ലോ. അപ്പോൾ ഏകദേശം മനസ്സിലായി കാണും, എങ്കിലും ഞാൻ കാണിക്കും. ഓക്കെ, നമ്മളിങ്ങനെ ഒന്ന് മടക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു ഫസ്റ്റ് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലാ പേജസും കാണുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇത് രണ്ടും ഒന്ന് വെട്ടുക, അപ്പോൾ ഓരോരോ പേജസ് ആയിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഒരമ്മ പറ്റ മക്കളെ 10 ആക്കി മാറ്റിയിട്ടുണ്ട്. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പേപ്പർ ആണല്ലോ നമ്മൾ എടുക്കുന്നത്, അതിനെ നമ്മൾ 4 ആക്കി വെട്ടിയിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്തിരി കളിയും കാര്യങ്ങളൊക്കെ ആവണമല്ലോ. അപ്പോൾ എല്ലാത്തിനെയും ഞാനൊന്ന് കൂട്ടി മെതിച്ചെടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്ത് ഗ്ലൂ തേക്കുക. നിങ്ങൾ മുകളിൽ നിന്ന് തുറക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് ഒരു നോട്ട് പാഡ് പോലെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് എല്ലാം കൂടി ചേർത്തിട്ട് ഗ്ലൂ തേക്കാം. അല്ലെങ്കിൽ സ്റ്റേപ്ലർ അടിച്ചു കൊടുത്താലും മതിയാവും. അത് നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. നമുക്ക് തീരെ ക്ഷമയില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തപ്പോൾ എനിക്ക് ഇത്രയും പേജസൊക്കെയാണ് വരുന്നത്. ഞാൻ എണ്ണിയിട്ടില്ല കറക്റ്റായിട്ട്, എത്ര പേപ്പറാണെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം കൂടി ഒന്ന് കണ്ടോ, സൈഡിൽ ഇങ്ങനെയൊക്കെ വരുന്ന ഭാഗം നമ്മൾ എക്സ്ട്രാ വരുന്ന പോർഷൻസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡ് വരുന്ന പോർഷൻസ് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതേപോലെ മുകളിലൊരു ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബൈൻഡ് ക്ലിപ്പ് യൂസ് ചെയ്യാം, അല്ലാതെ ഇതേപോലത്തെ ക്ലിപ്പും യൂസ് ചെയ്യാം. ബൈൻഡ് ക്ലിപ്പ് എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് സൈഡിൽ നോട്ട് പാഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് സ്റ്റേപ്ലർ അടിക്കാം. സൈഡിലാണ് അല്ലാതെ ബുക്കായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സൈഡിൽ അടിക്കാം. ഞാനിപ്പോൾ സൈഡിലാണ് അടിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് സ്റ്റേപ്ലറും അടിക്കാം, ഗ്ലൂ വെച്ച് അടിക്കുകയും ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം സ്റ്റേപ്ലർ അടിച്ചിട്ടിട്ടുണ്ട്. ഞാൻ 3 സ്റ്റേപ്ലറാണ് അടിച്ചിട്ടുള്ളത്. എന്നിട്ട് ക്ലിപ്പൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബുക്കിൻ്റെ പേജസും കാര്യങ്ങളും എല്ലാം ബുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബൈൻഡാണ് വേണ്ടത്. ബൈൻഡ് നമുക്കിതിൻ്റെ കൂടെ ആയിരുന്നു അടിക്കേണ്ടത്, ബട്ട് ബൈൻഡ് ഞാൻ പിന്നീടാണ് ആലോചിച്ചത്. അപ്പോൾ നമുക്ക് ബൈൻഡ് സെറ്റാക്കാം. ബൈൻഡ് സെറ്റൊക്കെ നമ്മൾ വീണ്ടും ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് A4 ഷീറ്റ്, ഈ A4 സൈസിലുള്ള ഡ്രോയിങ് ബുക്ക് ഉണ്ടല്ലോ, കട്ടിയുള്ളത്, അതെടുക്കാൻ നിങ്ങൾക്ക്. പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബുക്ക് ഉണ്ടല്ലോ A3 സൈസിലുള്ള പേപ്പർ, അല്ലെങ്കിൽ കട്ടിയുള്ള ഡ്രോയിങ് ബുക്കിൻ്റെയൊക്കെ പേപ്പർ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലായി കാണും. A4 സൈസിലുള്ള ഡ്രോയിങ് ബുക്ക് ഉണ്ട്, അതിൻ്റെ പേപ്പർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർഡ്ബോർഡ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചെയ്യാം. അത് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമുക്കത് കാണിക്കാൻ പറ്റില്ല, ഒരു ലോങ് വീഡിയോ അല്ലല്ലോ ഇത്. അപ്പോൾ ഞാനൊരു ഷോർട്ടായിട്ടാണ് ഒരു മിനി ബുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു A4 ഷീറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ടി കുറവായിരിക്കും, അത് നിങ്ങൾ ഓർക്കണം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടിയുള്ള പേപ്പറോ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ആദ്യം മടക്കിയതുപോലെ തന്നെ ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ വരുന്ന പോർഷൻസ് കണ്ടോ, ഇവിടെയും ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കാം. ഗ്ലൂ ചെയ്യുമ്പോൾ നിങ്ങൾ അധികം ഓവറായിട്ട് ഇങ്ങനെ തേക്കരുത്. ഒരിത്തിരി ഇവിടെ ഒരു തുള്ളി അങ്ങ് ആക്കിയാൽ മതി. കണ്ടോ, ഇതേപോലെ ഒന്ന് ആക്കിയാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് സ്കെച്ച് വെച്ചൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മറ്റേ പെയിൻ്റ് ഉണ്ടല്ലോ,
ആക്രിലിക് പെയിൻറ്റ്, അതെൻ്റെ കയ്യിലുണ്ട്, പേസ്റ്റൽ കളർ, അത് ഞാൻ കാണിക്കാം. അത് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പം അങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലൂ ഇങ്ങനെ നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആവും. അതുകൊണ്ട് തന്നെ ഗ്ലൂ ഇത്തിരി തേച്ചാൽ മതി, ഇതേപോലെ ഒന്ന് തേച്ചാൽ മതി കേട്ടോ. ചിലരൊക്കെ ആണെങ്കിൽ ഗ്ലൂ വാരി അങ്ങ് തേക്കും, അങ്ങനെ തേക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നമ്മൾ ഗ്ലൂ ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സംഭവമൊക്കെ നമുക്കത് സെറ്റാക്കി എടുക്കണം. അങ്ങനെ എടുത്തു. ദേ കണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മളിവിടെ ഗ്ലൂ തേച്ചത് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ കട്ടിയുള്ള പേപ്പറിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനിവിടെ ദേ ബുക്ക് അകത്ത് വച്ചിട്ട് ദേ ഇതിൻ്റെ സൈസ് കറക്റ്റാണെന്ന് നമുക്ക് നോക്കണമല്ലോ. എക്സ്ട്രാ പോർഷൻസ് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് ബുക്കിൻ്റെ ആ ഒരു പോർഷൻസ് കട്ട് ചെയ്ത് കൊടുക്കണം. അത് കട്ട് ചെയ്തില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു വൃത്തികേടായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ട് സ്റ്റേപ്ലർ അടിക്കുന്നതിന് കൂടെ തന്നെ അതും കൂടി ഇങ്ങനെ ഇതേപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒന്ന് സ്റ്റേപ്ലർ അടിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് കാണും, എങ്കിലും അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഒരു സാധാരണ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബുക്ക് പോലെയൊക്കെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് എക്സ്ട്രാ പോർഷൻ കട്ട് ചെയ്തിട്ട് ഇവിടെ രണ്ടിടത്ത് വെച്ചിട്ട് സ്റ്റേപ്ലർ അടിച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയിട്ട്, സ്റ്റേപ്ലർ അടിക്കരുത് നിങ്ങളാരും. അതിന് മുമ്പ് നമ്മുടെ ബൈൻഡിൽ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. സ്റ്റേപ്ലർ അടിച്ചിട്ടും പെയിൻറ്റ് ചെയ്യാം, പക്ഷേ അതൊരു നമ്മുടെ ബുക്കിനും ഒരു കളറാക്കി ആവും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. ഞാൻ എൻ്റെ പെയിൻറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പേസ്റ്റ് കളറിലുള്ള ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് അടിക്കുന്നത്. നിങ്ങൾക്ക് ബ്രഷ് പെൻ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതൊന്നും ഇല്ലയെന്ന് വെച്ചാൽ നോർമൽ സ്കെച്ച് തന്നെ യൂസ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു പെയിൻ്റാണ്. പിന്നെ ഞാൻ പുതുതായിട്ട് ബ്രഷസ് വാങ്ങിച്ചിട്ടുണ്ട്, പെയിൻറ്റ് ബ്രഷ്. അതിൽ നിന്ന് ഞാൻ ഈ ഒരു ഗ്രിപ്പാണ് എടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നോർമലായിട്ട് വയ്ക്കാം. ഇത് കുറച്ചും കൂടി വലുതാണ്, ഇത് നല്ല വലുതാണ്, ഇപ്പോൾ ഒരു വൃത്തികേടായിരിക്കും. പിന്നെ ഇത് ഇത്ര മൂന്നും നല്ല ചെറുതാണ്. അപ്പോൾ ഇതാണ് ഞാൻ മീഡിയം ആയിട്ട് എനിക്ക് തോന്നിയത്, അതുകൊണ്ട് ഞാൻ ഇതാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അത്യാവശ്യം വലുതാണ്. എല്ലാവരും വാങ്ങിയത് ചെറുതാണ്. ഞാൻ 10 ഷെയ്ഡ് വരുന്നതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാനിത് ലുലുവിന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഓഫ്ലൈനായിട്ടാണ് വാങ്ങിച്ചത്. ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും.